നമസ്കാരം. ദിനചര്യാധ്യായത്തിലെ ഭാഷ്യവിശകലനം നമുക്ക് തുടരാം. ശരീരചിന്താം നിർവർത്തിയ എന്ന് തുടങ്ങുന്ന ശ്ലോകഭാഗത്തിൻ്റെ ഭാഷ്യമാണ് ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത്. ശരീരചിന്താം നിർവർത്തിയ കൃതശൗചവിധിസ്തതഃ എന്നാണ് മൂലഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ ശരീരചിന്തയെ നിർവഹിച്ചിട്ട് എന്നാണ് അർത്ഥം പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ശരീരചിന്ത, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ചിന്ത എന്നതുകൊണ്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ കാര്യമാണ് ഭാഷ്യത്തിൽ വിശദീകരിക്കുന്നത്. നോക്കൂ, ഭാഷ്യത്തിലേക്ക് നോക്കൂ. ശരീരചിന്ത എന്നതിനെക്കുറിച്ച് ഭാഷ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ജീർണ അജീർണ നിരൂപണാദിക. ജീർണം അജീർണം എന്നിവ പരിശോധിക്കൽ എന്നാണ് അർത്ഥം. ജീർണ അജീർണ നിരൂപണം. അപ്പോൾ എന്താണ് ഈ ജീർണ അജീർണ നിരൂപണം, അല്ലെങ്കിൽ ജീർണം അജീർണം എന്നിവ പരിശോധിക്കൽ എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ജീർണം എന്നതുകൊണ്ട് ശരീരം ഡൈജസ്റ്റഡ് സ്റ്റേറ്റിലാണോ എന്ന ഒബ്സർവേഷനാണ് നടത്തേണ്ടത്. പ്രീവിയസ് ഫുഡ് ഫുള്ളി ഡൈജസ്റ്റഡ് ആണോ? അപ്പോൾ ഡൈജസ്റ്റഡ് സ്റ്റേറ്റിൽ ശരീരം അനുഭവിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇക്കാര്യം കൂടി ഇവിടെ ഓർത്തെടുത്തിട്ട് വേണം ഈ ഭാഷ്യഭാഗത്തെ നമ്മൾ മനസ്സിലാക്കുവാൻ. ജീർണാവസ്ഥയിൽ ശരീരത്തിന് ലഘുത്വം അല്ലെങ്കിൽ ലൈറ്റ്നസ് ഉണ്ടാകും, വിശപ്പുണ്ടാകും, ഉത്സാഹമുണ്ടാകും. ഇതൊക്കെ ഡൈജസ്റ്റഡ് സ്റ്റേറ്റിൽ ശരീരത്തിൽ കാണുവാൻ സാധിക്കുന്ന സാമാന്യമായ ലക്ഷണങ്ങളാണ്. ഇനി അടുത്തത് അജീർണം ആണ്. അൺഡൈജസ്റ്റഡ് സ്റ്റേറ്റിലാണോ ശരീരം എന്ന ഒബ്സർവേഷൻ. പ്രീവിയസ് ഫുഡ് പ്രോപ്പർലി ഡൈജസ്റ്റഡ് അല്ലെങ്കിൽ ശരീരത്തിന് ഭാരം തോന്നും, മന്ദത തോന്നും, വിശപ്പില്ലായ്മ തോന്നും, വയറുവേദന അനുഭവപ്പെടാം, വയറ് നിറഞ്ഞിരിക്കുന്നത് പോലുള്ള അവസ്ഥ, ഫുൾനെസ് അനുഭവപ്പെടാം, ഛർദി അനുഭവപ്പെടാം. ഇങ്ങനെ അജീർണമായ അവസ്ഥയിൽ ശരീരത്തിന് അനുഭവപ്പെടുന്ന ലക്ഷണങ്ങളും ഈ ഭാഷ്യഭാഗം വായിക്കുമ്പോൾ നമ്മൾ ഓർത്തെടുക്കണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൽഫ് അസസ്മെൻ്റാണ് ആചാര്യൻ നിർദ്ദേശിക്കുന്നത്. അപ്പം മൂലശ്ലോകത്തിലെ ശരീരചിന്താം നിർവർത്തിയ എന്ന വാക്യത്തിലെ ശരീരചിന്ത എന്നതുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് എന്ന് ഭാഷ്യകാരൻ വിശദീകരിക്കുന്ന ഭാഗമാണ് നമ്മൾ ഇവിടെ കണ്ടത്. ശരീരം ജീർണാവസ്ഥയിലാണോ, ഡൈജസ്റ്റഡ് സ്റ്റേറ്റിലാണോ, അതോ അജീർണാവസ്ഥയിലാണോ, അൺഡൈജസ്റ്റഡ് സ്റ്റേറ്റിലാണോ എന്ന് എഴുന്നേറ്റ ഉടൻ സ്വയം പരിശോധിക്കണം എന്നാണ് ഭാഷ്യകാരൻ പറഞ്ഞതിൻ്റെ സാരം. ഭാഷ്യത്തിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.